ഇക്ബാലിന്റെ പാളക്കവിത അറിയുമോ? അത് സമദാനിക്കല്ലാതെ ലോകത്ത് വേറെ ആർക്കറിയാം? അല്ലേ? നിങ്ങൾ നോക്ക്, എനിക്ക് കൗതുകം തോന്നുന്ന ഒരു കാര്യം എന്തറിയോ? വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഷുറാ എന്ന് പറഞ്ഞിട്ടൊരു അധ്യായമുണ്ട്, കവികൾ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ അധ്യായത്തിൽ അല്ലാഹ് പറയാ കവികളെ ശപിച്ചുകൊണ്ട്. എന്നിട്ടോ അത് മനസ്സിലാക്കാൻ പോലും പ്രായോഗിക ബുദ്ധി ഇല്ലാതെ ഇക്ബാലിന്റെ കവിത മാത്രം വയലെറിയാ. ഒറ്റ കുട്ടി പോകരുത്, ഒറ്റ കുട്ടി മഹാപാവണകൾ ചെയ്യണത്. ആര് ആര് അറിയാലോ? പേര് അറിയിച്ച് എന്നോട് ദേഷ്യം പിടിക്കണ്ട. ആ കക്ഷി ഞാൻ പറയുന്ന ആ കടപ്പുറത്ത് പോകുന്നവൻ അള്ളാന്റെ സിറ്റുണ്ട്. സത്യം വെറുതെ എല്ലാം പറയണ്. എന്തുകൊണ്ട് അറിയോ? അള്ളാന്റെ ഖുർആനെ പറ്റ അവഗണിച്ച ഒരു മനുഷ്യനാണ് അയാള്. എന്തുകൊണ്ട് അറിയാം നിങ്ങൾക്ക്? അത് നിങ്ങൾക്ക് മനസ്സിലാവും. 16 കൊല്ലം പിന്നിട്ട് അദ്ദേഹത്തിന്റെ വാർഷിക പ്രഭാഷണം. ക്ഷമിക്കണം, സഹിക്കണം, സഹിച്ചേ പറ്റൂ. എന്താ അറിയോ? 16 കൊല്ലവും അദ്ദേഹം ഉദ്ധരിച്ച ഇക്ബാലിന്റെ കവിത മാത്രം ക്രോഡീകരിച്ച 114 അധ്യായം ഉണ്ടാവും. എന്നാ അയാൾ ആകെ ഉദ്ധരിച്ച ആയത്തോ സൂറത്ത് ബക്കറയിലെ പകുതി ആയത്ത് പോലും ഉണ്ടാവില്ല മൊത്തം. അപ്പൊ അദ്ദേഹം ഏറ്റവും കൂടുതൽ മനപ്പാടാക്കാൻ സമയമെടുത്ത ഏതാ? അള്ളാന്റെ ഗ്രന്ഥം പഠിക്കാനല്ല, ഇക്ബാലിന്റെ കവിത പഠിക്കാനാ. ഇനി ഞാൻ ചൂടായാലും വല്ല കാര്യമുണ്ടോ നിങ്ങൾ ചിന്തിക്ക്. എന്നിട്ട് കാസർഗോഡ്ന്നു വേറും പണിയില്ലെങ്ങൈമാരെ ഒരുത്തിയിൽ ഇരുന്നിട്ട് അള്ളാഹുവിന്റെ ഒരു ഖുർആനിലെ 2 ആയത്ത് വായിച്ചൂടെ? ഈ ഇക്ബാലിന്റെ പരലോകത്ത് എന്നിട്ട് പഠിച്ചോൻ ചോദിക്കോ ഇക്ബാലിന്റെ കവിത ചെല്ലിയല്ലോ കൊന്നിങ്ങോട്ട് റൈറ്റ് സൈഡില്. നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് ചിന്തിക്ക്. നിങ്ങൾ ആലോചിച്ചു, ഞാനിവിടെ എനിക്ക് ഒരുപാട് കവിത അറിയാം. ഞാൻ മലയാളമായിരുന്നു കുറെ ഡിഗ്രി വരെ. ആ മലയാളം വരെ പഠിച്ച കവിത ഒക്കെ ഇവിടെ ചെല്ലിയിട്ട് പ്രസംഗിക്കുന്ന മണി ഏർപ്പാട് എന്നല്ല ഇത് പറയുന്നുണ്ട്. കവിത 1 2 ചെല്ല എന്തിനറിയോ? വിഷയത്തിന് കൊഴുപ്പ് കൂട്ടാൻ.